ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കണിക്കൊന്ന ഡിസൈനാണ്. എല്ലാവരും വൈറ്റിലൊക്കെയല്ലേ ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ഡിഫറൻസ് വരാൻ വേണ്ടിയാണ് ഞാൻ മെറൂൺ കളറിൽ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സ്റ്റിച്ചാണെങ്കിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ കാണാറുള്ളത് സാറ്റിൻ സ്റ്റിച്ചോ അല്ലെങ്കിൽ ലോങ് ആൻഡ് ഷോർട്ടോ ഒക്കെയാണ്. അപ്പോൾ ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റിച്ചസാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ വീഡിയോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കണിക്കൊന്നയുടെ ഒരു ഡിസൈന്. ഷോൾഡറിൻ്റെ ഒരു പോർഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴേക്ക് വരുന്ന പോലെയാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കത് വെച്ച് കൊടുക്കാം. ഞാൻ ആ സെയിം ഡിസൈൻ ഫാബ്രിക്കിലും വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ആ ഡിസൈൻ വരച്ചെടുത്തേക്കുന്നത്. ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് സ്റ്റെമ്മാണ്. സ്റ്റെം ചെയ്യാൻ വേണ്ടി സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം ഇതേപോലെ നീഡിൽ കുത്തിയെടുക്കണം. എന്നിട്ട് ഫസ്റ്റ് ഒരു ചെറിയ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ചെയ്യുവാണ്. ഇതേപോലെ ഒന്ന് ജസ്റ്റ് കുത്തിയെടുക്കുക. ഇനി ആ സ്റ്റിച്ചിൻ്റെ നടുക്കൂന്ന് വേണം നെക്സ്റ്റ് നീഡിൽ കുത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് ഇത് വലിച്ചു കഴിയുമ്പം അത് ഒരു കറക്റ്റ് സ്ട്രെയിറ്റ് സ്റ്റിച്ചായിട്ട് വരും. ഇനി കുറച്ച് മാറ്റി ഇതേപോലെ കുത്തിയെടുക്കുക. ഇനി നമ്മൾ ആ സ്റ്റിച്ച് എൻഡ് ചെയ്തില്ലേ, ഫസ്റ്റ് സ്റ്റിച്ച് എൻഡ് ചെയ്തെടുത്ത് ഇതേപോലെ നീഡിൽ കുത്തിയെടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റെമ്മ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സ്റ്റെം സ്റ്റിച്ചിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മനസ്സിലായിട്ടില്ല എങ്കിൽ ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന സ്റ്റിച്ച് ലൂപ്പ് ചെയിൻ സ്റ്റിച്ചാണ്. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ നീഡിൽ സെൻറ്ററിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് നമ്മളൊരു ചെറിയ ചെയിൻ കൊടുക്കുക. ചെറിയൊരു ചെയിൻ സ്റ്റിച്ചാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി ആ ിലൂടെ നീഡിൽ കടത്തി ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ സൈസിനനുസരിച്ചിട്ടുള്ള ലൂപ്പായിരിക്കണം. കണ്ട് ഈ ഒരു സൈസിലാണ് എനിക്ക് ലൂപ്പ് വേണ്ടത്. ഇതേപോലെ ഞാനിനി 5 ലൂപ്സ് ചെയ്തെടുക്കുവാണ്.
വേണ്ടി നമ്മൾ ഈ ചെയ്ത സെയിം സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്ത് ഒരു പെറ്റൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ അത് ബഡിൻ്റെ പോലെ വന്നോളും. ഇനി ആ ബഡിനെ കവർ ചെയ്ത് നമ്മളൊരു സെപ്പൽ ചെയ്യുകയാണ്. സെപ്പൽ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്. ചെറിയ ബഡ്സ് ഫില്ല് ചെയ്യാനായിട്ട് ഫ്രഞ്ച് നോട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്.